ഇപ്പോഴും ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. അങ്കോലയിലെ മണ്ണിടിച്ചിലിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണിത്. വലിയ രീതിയിൽ ഒരു കുന്ന് മുഴുവനായി താഴേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതിനടിയിലാണ് അർജുൻ്റെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്. അതിനുള്ളിൽ അവരുണ്ട് എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ദൗത്യസംഘം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിച്ച GPS ലൊക്കേഷൻ കൃത്യമായി സ്പോട്ട് ചെയ്യുകയും വാഹനം എവിടെയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുമാണ് ഇപ്പോഴത്തെ ദൗത്യസംഘത്തിൻ്റെ മുന്നോട്ട് പോക്ക്. അല്പസമയം മുൻപ് കോഴിക്കോട് ജില്ലാ കളക്ടർ അർജുൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. അവിടെ കുടുംബവുമായി കളക്ടർ സംസാരിച്ചിരുന്നു. വിശദാംശങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, കുടുംബം ഇപ്പോഴും കാത്തിരിപ്പിലാണ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കളക്ടർ അവരെ നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്തു. നിലവിൽ നടക്കുന്ന രക്ഷാദൗത്യത്തിനെ കുറിച്ച് കളക്ടർ എന്താണ് കുടുംബത്തോട് പറഞ്ഞത്? ഒപ്പം മാധ്യമങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ പങ്കുവച്ചു? പ്രജിൻ, അല്പസമയം മുമ്പാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അർജുൻ്റെ വീട്ടിലെത്തിയത്. ബന്ധുക്കളുമായി സംസാരിച്ചു. വിശദമായ സംസാരം അദ്ദേഹം നടത്തുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഉത്തര കന്നഡ ജില്ലാ കളക്ടറായിട്ടുള്ള വ്യക്തിയുമായി അദ്ദേഹം ഏറെ നേരം സംസാരിച്ചിരുന്നു. ആ സംസാരിച്ചതിനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇവിടെ വീട്ടിലെത്തുകയും കുടുംബാംഗങ്ങളുമായി കൊണ്ട് സംസാരിക്കുകയും ചെയ്തത്. അതിൽ ഏറെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ജില്ലാ കളക്ടർ പങ്കുവെക്കുന്നത്. ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ ആക്കുന്നതിനായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് അവിടുത്തെ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്ന കാര്യം കൂടി ഉത്തര കന്നഡ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നു. അക്കാര്യങ്ങൾ കൂടി കോഴിക്കോട് ജില്ലാ കളക്ടർ നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ ഏറെക്കുറെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ GPS-ൻ്റെ അതനുസരിച്ചും അതുപോലെ തന്നെ നാവികസേനയുടെ പരിശോധനയുടെ ഫലവുമായിക്കൊണ്ടും ഈ വാഹനം ഇപ്പോഴും ഉള്ളത് മണ്ണിനടിയിലാണ് എന്നുള്ള കാര്യമാണ് ജില്ലാ കളക്ടർ ഉറപ്പിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് എന്നും വളരെ വേഗത്തിൽ അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള കാര്യമാണ് ജില്ലാ കളക്ടർ പങ്കുവെക്കുന്നത്. ഇപ്പോൾ കൂടുതൽ മെറ്റൽ ഡിറ്റക്ടറുകൾ ഉൾപ്പെടെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 20 മീറ്ററോളം താഴേക്ക് ഈ വാഹനത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയും എന്നാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള പരിശോധന പുരോഗമിക്കുന്ന മുറയ്ക്ക് അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന കാര്യം കൂടി അവർ പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ 16-ാം തീയതി വരെയും അർജുൻ്റെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അതുമായി അത്തരത്തിലുള്ള സിഗ്നലുകൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഏതായാലും അതിന് തൊട്ട് താഴെ ഈ മണ്ണ് ഇടിഞ്ഞ് താഴ്ന്ന ഭാഗത്ത് വലിയ പുഴയാണ്. ആ പുഴയിലേക്ക് ഇതുവരെയും ഈ വാഹനം ഒന്നും എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ GPS ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയുന്നത്. ഒപ്പം തന്നെ നാവികസേനയുടെ നീണ്ട പരിശോധന ഉണ്ടായിരുന്നു. അതിൽ മുങ്ങൽ വിദഗ്ധരുടെ കൂടെ സാന്നിധ്യത്തിലായിരുന്നു അത്തരം പരിശോധന. അതിനകത്തും ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മണ്ണിനടിയിലാണ് ഈ വാഹനം എന്നുള്ള ഒരു ഉറപ്പിക്കലാണ് ജില്ലാ ഭരണകൂടം നടത്തുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളും അത്തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വളരെ വേഗത്തിൽ അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള അത്തരം കാര്യങ്ങളാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പങ്കുവെക്കുന്നത്. ഇപ്പോൾ കൂടുതൽ മെറ്റൽ ഡിറ്റക്ടറുകൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ JCB അതുപോലെ മണ്ണ് മാന്തി യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കുന്നു. കൂടുതൽ ടിപ്പറുകളും അങ്ങനെ എത്തിക്കുന്നു. വളരെ വേഗത്തിൽ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്ന കാര്യമാണ് കർണാടകയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ അവിടെയുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കൂടാതെ ഇടിഞ്ഞ് ഇറങ്ങിയ ഭാഗങ്ങളെല്ലാം തന്നെ ഉറവ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ മണ്ണെടുക്കുമ്പോൾ വളരെ വേഗത്തിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടെ കാണുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഇനി നേരം വൈകുന്തോറും ഒരു ആശങ്കപ്പെടുന്നത് അവിടെ ലൈറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകില്ല എന്നതാണ്. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നീട് അത് സുരക്ഷാ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. മണ്ണ് മാറ്റുന്നതും അതുപോലെ തന്നെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലെയും അത് ബാധിക്കും. അത്തരമൊരു ആശങ്ക കൂടി ഉത്തര കന്നഡ ജില്ലാ കളക്ടർ കോഴിക്കോട് ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ തിരച്ചിൽ തുടരുകയാണ്. പ്രജിൻ. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്നും അർജുൻ്റെ വീട്ടിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. അവിടെ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അർജുൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു, കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുമുണ്ട്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് തുടരുന്നുണ്ട്. അരുൺ, നമുക്കറിയേണ്ടത് ഇനിയിപ്പോൾ എത്രമാത്രം ദൂരം താണ്ടാനുണ്ട് ഈ നേരത്തെ സ്പോട്ട് ചെയ്ത വാഹനത്തിൻ്റെ ആ ലൊക്കേഷനിലേക്ക്? അവിടേക്ക് എത്ര ആൾക്കാരാണ് ഇപ്പോൾ നീങ്ങുന്നത്? ദൗത്യസംഘത്തിൻ്റെ അടുത്ത നടപടിക്രമങ്ങൾ എന്താണ്, നീക്കം എന്താണ്? പ്രജിൻ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസകരമായിട്ടുള്ള വിവരം കഴിഞ്ഞ ഒരു 10-15 മിനിറ്റോളമായി അവിടെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് മഴ മാറി നിൽക്കുന്നുണ്ട് എന്നതാണ്. എന്നാൽ അത് പൂർണ്ണമായും മഴ പെയ്യില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ നിലവിൽ ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ടാണ്. ആ മേഖലയിൽ തുടർച്ചയായി മഴയുണ്ട്. നിലവിൽ ഇപ്പോൾ 10-15 മിനിറ്റായി രക്ഷാപ്രവർത്തനം നടക്കുന്ന അതേ സ്ഥലത്ത് മഴ പെയ്യുന്നില്ല എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അതെന്തായാലും ആശ്വാസകരമാണ്. നിലവിൽ ഇപ്പോൾ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണ് കുഴിച്ചെടുത്ത് നീക്കം ചെയ്യുന്ന തെരച്ചിൽ രീതിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം, അതിൽ കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടെ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ഈ ലോറിയിൽ ഈ നീക്കം ചെയ്യുന്ന മണ്ണ് അപ്പോൾ തന്നെ ലോറിയിൽ അവിടെ നിന്ന് മാറ്റുന്നുമുണ്ട്. NDRF-ഉം അതോടൊപ്പം തന്നെ നേവിയുടെ സംഘം
നിലവിൽ എന്തായാലും ഈ പുഴയിലെ തെരച്ചിലൊക്കെ അവസാനിപ്പിച്ച് ഈ മണ്ണിനടിയിൽ തന്നെ ഈ ലോറി ഉണ്ടെന്ന നിഗമനത്തിൽ അവിടെ തന്നെയാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. ഈ ഇതിലേറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഇതിന്റെ കൃത്യമായ GPS ലൊക്കേഷൻ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ചെറിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ആ ഇടത്ത് നിന്ന് ഒരുപാട് മാറാൻ സാധ്യതയില്ല എന്നതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ച് ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ദൗത്യം തന്നെയാണ്. അതിനെ കുറച്ചുകൂടി സമയമെടുക്കും എന്നതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. കാരണം ഈ മണ്ണിടിച്ചിൽ ഉണ്ടായി, അതിനുശേഷം മഴ തുടർച്ചയായി പെയ്തു, വീണ്ടും ഈ മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞ് ഇതിന് മുകളിലേക്ക് വീണിട്ടുണ്ട്. അത് വലിയ മണ്ണിടിച്ചിൽ എന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കുന്നിൻ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെള്ളവും തുടർച്ചയായി ഈ മഴയെ തുടർന്ന് വെള്ളവും ഇതിന് മുകളിലേക്ക് വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു മൺകൂനയാണ് ഒരു വശം നമുക്ക് ഭീകരമായ ഒരു കാഴ്ചയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകുന്നുണ്ട്. ശരി, ആ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നുള്ളത് ശ്രമകരമാണ്. ആ ദൗത്യമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി. അരുൺ പൂർണ്ണ തുടരുക. ഇപ്പോൾ ഷഫീദ് റാവുത്തർ കൂടി ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ഷഫീദ്, നേരത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിന്റെ വിശദാംശങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി എന്ന നിലയിൽ, കർണാടക മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ നേരിട്ടുള്ളൊരു മേൽനോട്ടം ഇതിൽ വേണമെന്ന ഒരു അപേക്ഷ പിണറായി വിജയന്റെ ഭാഗത്തും കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം തന്നെ ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെയുള്ള തെരച്ചിൽ നടത്തണം എന്ന ഒരു അപേക്ഷ കൂടി ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ മറ്റു വിശദാംശങ്ങൾ എന്താണ്? സുജീന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇതിൽ കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് സംസ്ഥാനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അർജുനെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ കർണാടക സർക്കാർ നടത്തണം എന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാധാന്യം, അതായത് അദ്ദേഹത്തിന്റെ അവസ്ഥ അടക്കമുള്ള പ്രാധാന്യം അത് മനസ്സിലാക്കണം. മാത്രവുമല്ല, അതിന്റെ റഡാർ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അത് കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അയച്ച ഈ കത്തിൽ പറയുന്നുണ്ട്. നേരത്തെ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ കർണാടക സർക്കാരുമായി ചില ബന്ധപ്പെടലുകൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ വേണ്ട ഒരു സാഹചര്യം, അത് പ്രതികൂല കാലാവസ്ഥയും പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ട് അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയെ നിർദ്ദേശം നൽകിയിരുന്നു. മാത്രമല്ല, ദൗത്യം ഏകോപിപ്പിക്കാൻ കോഴിക്കോട് കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. ഈ കനത്ത മഴയെ തുടർന്ന് അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥ ഉള്ള ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി കർണാടക സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രജിൻ, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്ക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ പങ്കുവച്ചത്. കൃത്യമായി തന്നെ കേരളത്തിന്റെ ഭാഗത്തുനിന്നുള്ളൊരു ആവശ്യവും അപേക്ഷയും ആ കത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾ തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം, മേൽനോട്ടം വഹിക്കണമെന്ന അപേക്ഷ കൂടി കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും കർണാടക മുഖ്യമന്ത്രിക്ക് ആ കത്തിലൂടെ സൂചിപ്പിക്കുന്നുമുണ്ട്.